ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ഇന്ന് എക്സ്പയറി ബഡ്ജറ്റ് ഡേ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലി വോളറ്റൈൽ ആയിരിക്കും. നമ്മൾ ഇന്നലെ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ 11:30 ശേഷം എവിടെയാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് ആ ഏരിയയിലോട്ട് ട്രേഡ് ചെയ്യുക. 1:3 വയ്ക്കുക. നിങ്ങൾ മനസ്സിലാവും, രാവിലെ ഓപ്പണായിട്ട് ഈ ഏരിയ ഓപ്പണായിരുന്ന കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇതൊരു ചെറിയ 11 o'clock ചെറിയൊരു ബ്രേക്കൗട്ട് പോലെ തോന്നി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് ഫേക്ക് ബ്രേക്കൗട്ട് ആയിരിക്കുമെന്ന്. സോ 11:30 നമ്മൾ പറഞ്ഞ ക്യാൻഡിൽ ഇതാണ്. ഇതിവിടെ ബ്രേക്കൗട്ടായി. 11:30 ശേഷം ഇവിടെയാണ് ബ്രേക്കൗട്ട് ആയത്. ഇതിൻ്റെ ലോ ക്രോസ് ചെയ്തോളം നിങ്ങൾ 1:3 അല്ല 1:10 വരെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളിത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, സോ ഇപ്പോൾ നിഫ്റ്റി വളരെ നെഗറ്റീവാണ്. ബാങ്ക് നിഫ്റ്റിയും ഒത്തിരി നെഗറ്റീവാണ്. മോർ ദാൻ 1000 പോയിന്റ്. സെൻസെക്സ് എല്ലാം ഓൾമോസ്റ്റ് 1700 പോയിന്റ്സ് വരെ ഫോൾ ആയിട്ടുണ്ട്. നമുക്ക് ഡെയിലി ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ട്രേഡിംഗ് ചെയ്യാണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇതാണ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് ഡെയിലി അനാലിസിസ്. ഇത് നെഗറ്റീവാണ്, പ്യൂർലി നെഗറ്റീവാണ്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ സപ്പോർട്ട് എത്രത്തോളം എനിക്ക് തോന്നുന്നില്ല. ഇത് ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് എടുത്ത സപ്പോർട്ടാണ്. സോ ഫർദർ ഡൗൺ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 23,400 വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇന്ന് 24,500 വരെ വന്നായിരുന്നു, 580 വരെ വന്നായിരുന്നു. ഓൾമോസ്റ്റ് 1000 പോയിന്റ്സ് ഫ്രം ദ ഡേ ഹൈ ഇന്ന് ഫോൾ ആയിട്ടുണ്ടായിരുന്നു, നിയർ അബൌട്ട് 1000 പോയിന്റ്സ്. സോ ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയാണ്, നല്ലൊരു ഫോൾ ആയിരുന്നു. ചെറിയൊരു റീട്രേസ്മെന്റ് ലാസ്റ്റ് ഉണ്ടായി, ബട്ട് നത്തിങ് മച്ച്. വീക്ക്ലി ക്യാൻഡിലും കൂടെ നമുക്ക് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലാണ്, പക്ഷേ കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്. ഇതിന് താഴെയോട്ടാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇത് പണ്ടൊരിക്കൽ പറഞ്ഞ ഇതായിരുന്നു ഇവിടെ. സോ ഇവിടെ ഈ ഒരു ബ്രിഡ്ജിംഗിലേക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ബട്ട് ഇതിന് താഴോട്ടാണ് വരണമെങ്കിൽ നെക്സ്റ്റ് 55,700 അതുവരെ പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ബട്ട് ന്യൂസ് വളരെ നെഗറ്റീവാണ്. അത് ഞാൻ ന്യൂസ് സെക്ഷനിൽ സംസാരിക്കാം. സോ നമുക്ക് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വളരെ കൂടുതലും നോക്കാതിരിക്കുന്നത് നല്ലത്, കാരണം അത്രയ്ക്കും ഫോൾ ആയിരുന്നു. ഒരു ഗുണമെന്ന് ഒരു പോസിറ്റീവ് പോയിന്റ്സ് എനിക്ക് തോന്നിയത്, സ്മോൾ ക്യാപ്പിൽ ലാസ്റ്റ് ലോ ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാളെ ഗ്യാപ്പ് അപ്പ് അങ്ങനെ വല്ല ഓപ്പൺ ആവുകയാണെങ്കിൽ ചെറിയൊരു ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ ലോ ക്രോസ് ചെയ്താൽ പിന്നെ സപ്പോർട്ടില്ല. പിന്നെ 45,000 അല്ലെങ്കിൽ 40,000 അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്പ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇതിൻ്റെ ലോ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇതായിരുന്നു സപ്പോർട്ട് സോൺ. ഇതിൻ്റെ ലോ ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്ലോസിങ് കുറച്ച് മുകളിലാണ് തന്നത്. പക്ഷെ ഇവിടെയൊക്കെ ആരൊക്കെ ബൈ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ മിഡ് ക്യാപ്പും നെഗറ്റീവായി, പ്യൂർലി നല്ലൊരു നെഗറ്റീവായി. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇതിൻ്റെ താഴെ നെഗറ്റീവാണ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 9,000 പോയിന്റ് ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാസ്റ്റ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നാണ് റിവേഴ്സ് ആയത്. ഇവിടെയും ചെറിയ റിവേഴ്സ് വന്നിട്ടുണ്ട്, ഇതിൻ്റെയും ക്രോസ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ട് നമുക്ക് ഇതുവരെ ടാർഗറ്റ് വയ്ക്കാം. 55,000 അല്ലെങ്കിൽ 75,000 അടുപ്പിച്ചുള്ള നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. കാരണം ഇതിൻ്റെ താഴെ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ താഴെ വരാനുള്ള ചാൻസ് നല്ലോണം കാണുന്നുണ്ട്. ഇതിൻ്റെ താഴെ വരാനുള്ള 75,200 വരെ എത്താനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, സോ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് സെക്ടറൽ ഇൻഡെക്സ് ഒന്നും നോക്കാതെ നിഫ്റ്റി IT മാത്രം പോസിറ്റീവ് ആയിരുന്നു, ബാക്കിയുള്ള എല്ലാം നല്ല 2%, മോർ ദാൻ 2% ഫോൾ ഉണ്ട്. ഓക്കെ, നിഫ്റ്റി നിഫ്റ്റി 50 ആണെങ്കിൽ വിപ്രോ 2.12, മാക്സ്വെൽത്ത് 1.82, TCS 1.74. IT കുറച്ച് പോസിറ്റീവ് ആയിരുന്നു. SBI, ONGC, ഹിൻഡാൽകോ, BL എല്ലാം നെഗറ്റീവ് ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ CG പവർ, ഗോദ്രേജ് കൺസ്യൂമർ, ICICI,
ജനറൽ ഇൻഷുറൻസ് പോസിറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, HAL, നാസ്ഡോക്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക് 10%, ഓൾമോസ്റ്റ് 9.67% ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ മേധാന്ത 6.25, ടാറ്റ കമ്മ്യൂണിക്കേഷൻ 4.04 അപ്പായിരുന്നു. നാഷണൽ അലുമിനിയം, ബാങ്ക് ഓഫ് ഇന്ത്യ, മുത്തൂറ്റ് ഫിനാൻസ്, BDL ഇതെല്ലാം ഡൗൺ ആയിരുന്നു. 10.41 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. സ്മോൾ ക്യാപ്പ് നെറ്റ്വെബ്, ആംബർ, ആനന്ദ്രാജ് ഇതെല്ലാം അപ്പായിരുന്നു. IIFL 10.18, ഹിന്ദുസ്ഥാൻ കോപ്പർ, MCS നിയർ മോർ ദാൻ 10% ഡൗൺ ആയിരുന്നു. ഇതെല്ലാം മെയിൻലി സിൽവറിന്റെ ഫോള് കൊണ്ടാണ് ഇതൊക്കെ ഫോൾ ആയത്. കമ്മ്യൂണിറ്റീസ് ഫോൾ ഉണ്ടായിരുന്നു. ഗോൾഡ് സിൽവർ എല്ലാം ഫ്രൈഡേ ഫോൾ ഉണ്ടായിരുന്നു. സോ BSEയും ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. കാരണം മെയിൻ ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റിലുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ STT ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിൽ 0.22 എന്നുള്ളത് STT 0.05% ആക്കിയിട്ടുണ്ട്. അത് വളരെ വലിയ ചേഞ്ച് ആണ്. ഓൾമോസ്റ്റ് 250% ഹൈക്കാണ്. നല്ല വ്യത്യാസം വരുന്നത്. 0.05 ആണെങ്കിൽ അത് ആക്ച്വൽ വാല്യൂ എടുക്കുമ്പോൾ നമ്മളെ വോളിയം എടുക്കുമ്പോൾ ഒത്തിരി കൂടും. ഓപ്ഷൻസിന് 0.1 to 0.15 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അതും ഒരു നെഗറ്റീവ് ന്യൂസ്. ആ ന്യൂസ് വന്നതോടെ മാർക്കറ്റിൽ സഡൻലി ക്രാഷ് ആവുകയായിരുന്നു. ഓക്കെ, സോ ഇത് മാർക്കറ്റിന് വളരെ നെഗറ്റീവായിട്ടൊരു ന്യൂസാണ്. ആക്ച്വലി STT ഇപ്പം കൂടാൻ പാടില്ലായിരുന്നു. എനിവേ ഗവൺമെൻറ് ഡിസൈഡ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ മാർക്കറ്റ് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എടുക്കണമെന്ന് അറിയത്തില്ല. ബട്ട് ഇതൊരു ഫർദർ സെൽ ഓഫിനുള്ള ഒരു ട്രിഗർ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, ബഡ്ജറ്റിൽ എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു, വലിയ ഇമ്പോർട്ടൻസ് ന്യൂസ് ഒന്നും വരുന്നു. ബട്ട് നെഗറ്റീവ് ന്യൂസ് വരുന്ന പ്രതീക്ഷയില്ല. ഒരു നോർമൽ ബഡ്ജറ്റ് ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഇതൊരു നെഗറ്റീവായിട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് എടുത്തത്. സോ ഫർദർ സെൽ ഓഫിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.